ஒரு பக்காவான திண்டுக்கல் பிரியாணி நானே பண்ணிட்டேன். கூப்பிட்டு திண்டுக்கல் பிரியாணி கிட் வச்சு ஒரே குக்கர் தான். அதில் பேஸ்ட்டை போட்டு வதக்கும் போதே நல்ல வாசம். அப்புறம் சிக்கன் அவங்க சொன்ன அளவுக்கு தண்ணி ஊற்றி அப்புறம் அரிசி போட்டு மூடி வச்சு 2 விசில் ஓப்பன் பண்ணால் மணக்க மணக்க சூப்பராக பிரியாணி ரெடி ஆயிடுச்சு. டேஸ்ட்டை கூட்ட அவங்க சீசனிங் ஆயில் போட்டு தம்மை உடச்சி எடுத்து சாப்பிட்டா அவ்வளோ ருசியாக இருந்துச்சு. இதை நீங்களும் மிஸ் பண்ணிடாதீங்க. வாங்கி சமைச்சு சாப்பிட்டு பாருங்க. I need this now. ഇത് കുക്ക് ചെയ്ത് എനിക്ക് കിട്ടിയ ദിണ്ടിക്കൽ ബിരിയാണി കിറ്റ്. എനിക്ക് കിട്ടിയ ഈ പാക്കറ്റിനകത്ത് 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന റൈസും അതിന്റെ മസാല പേസ്റ്റും ഒരു സാഷെ ഓയിലുമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാനിത് കുക്ക് ചെയ്തിട്ട് തലപ്പാക്കട്ടിയിൽ പോയിട്ട് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബൈ. നമ്മളെ കടയിൽ പോയി വാങ്ങുന്ന അതേ ഫ്ലേവറും അതേപോലെ തന്നെ ഉണ്ട്. സൂപ്പർ. ഇതിൽ 3 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണെന്ന് പറഞ്ഞു. പക്ഷെ 3 കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോഡക്റ്റ് വേണ്ടവർക്ക് കമന്റിൽ ബിരിയാണി എന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം.